ശ്രീ ജയസൂര്യൻ, ഇവിടെ ഈ വലിയ തോതിലുള്ള പ്രചരണം, അതായത് ആദ്യ 4 ഘട്ടങ്ങളിലുള്ള ആത്മവിശ്വാസം BJP മുന്നണിക്കില്ല. 400 പാർ എന്ന ആദ്യത്തെ മോദിയുടെ ആ ഒരു പരാമർശം പോലും പുറകോട്ട് പോയ പശ്ചാത്തലം, ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്നു. ഇന്ത്യ മുന്നണി അധികാരം പിടിക്കും എന്ന ആത്മവിശ്വാസം പോലും നേതാക്കൾ പറയുന്നു. അടുത്ത മാസം 4 ശേഷം കുറേ ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ രൂപീകരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഇത്രയധികം ആത്മവിശ്വാസം ആ മുന്നണിക്കുണ്ടായത് ഒരുപക്ഷെ 2019 ഉള്ളതിനേക്കാളൊക്കെ മുകളിലുള്ള ആത്മവിശ്വാസം ആ മുന്നണിക്കുണ്ടായ സാഹചര്യം BJP വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം 4-ാം തീയതി ഉച്ച വരെ ഇന്ത്യ മുന്നണിക്ക് നമുക്ക് എല്ലാവർക്കും നൽകിയേ പറ്റൂ. കാരണം 4-ാം തീയതി ഉച്ച വരെ ഞങ്ങള് ഇന്ന ആൾക്കാരെ ഇന്ന വകുപ്പിൽ മന്ത്രിയാക്കും എന്ന് വരെ പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷെ അതിൽ കവിഞ്ഞ യാതൊരു പ്രാധാന്യവും അതിന് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഇലക്ഷന്റെ ഓരോ ഘട്ടവും കഴിയുമ്പോൾ മനസ്സിലാവുന്നത്. അത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയവുമാണ്. എന്നാൽ ഇതുപോലെയുള്ള നമ്മുടെ ചർച്ചകളിൽ ഇപ്പോഴും ഈ ആശങ്ക നിലനിർത്തുകയും വളർത്തുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തില് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ചർച്ചയും വളരെ പോസിറ്റീവാണ്. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് അങ്ങനെയുള്ള ഒരു ആശ്വാസം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. NDA സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം NDA ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 400 പാർ എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസ കുറവും BJPക്കോ BJP മുന്നണിക്കോ ഇപ്പോഴില്ല, അതിന്റെ ആവശ്യവുമില്ല. അതിനുള്ള യാതൊരു സാഹചര്യവും ഇന്ന് ഇന്ത്യൻ സമൂഹത്തില് രാഷ്ട്രീയ പശ്ചാത്തലമായി കാണാനുമില്ല. അതായത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കഴിഞ്ഞ തവണ 9.5% മാത്രം വോട്ടുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാം കൂടി ചേർന്നാലും അവരുടെ വോട്ടിംഗ് വിഹിതം ഒന്നിച്ചു കൂട്ടിയാൽ പോലും 20%-ന് താഴെ മാത്രമേ വരികയുള്ളൂ. മറുവശത്ത് 55% വോട്ട് BJPക്കും ഘടകകക്ഷികൾക്കെല്ലാം കൂടി ചേർത്താൽ 68% വോട്ടുമുണ്ട്. ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശരാശരി കണക്കാണ് ഞാൻ പറയുന്നത്. അതിനെ അട്ടിമറിക്കാൻ കഴിയുന്ന വലിയ മുന്നേറ്റമൊന്നും ഇന്ത്യ മുന്നണിക്ക് ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന പല കക്ഷികളും ഇപ്പോൾ പിളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ NDA ഭാഗത്തേക്ക് മാറുന്നുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ദയനീയമായ അവസ്ഥയായിരിക്കും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുക. ഞങ്ങളുടെ ഈ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുകയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നത്, താങ്കൾ പറഞ്ഞത്, ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ആദ്യം നിതീഷ് കുമാർ ബീഹാറിൽ നിന്ന് പോകുന്നു. അവിടെ ബീഹാറിൽ അത് വലിയ BJPക്ക് നേട്ടമുണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനയെ അടക്കം ശരത് പവാറിൻ്റെ ഒരു വലിയ വിഭാഗം അടക്കം ഇപ്പുറത്തെ ഇതുമായി ബന്ധപ്പെട്ട് NDAയുടെ ഭാഗമാകുന്നു. പക്ഷേ ഇതൊക്കെ ഉദ്ദേശിച്ച തലത്തിൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അവിടെ മറ്റു പല ഘടകങ്ങളും ഈ മുന്നണികളിൽ നിന്നുള്ള പല പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ വന്നതുകൊണ്ട് BJPക്ക് നെഗറ്റീവ് ആകുമെന്ന് പറയുന്നു, സീറ്റുകൾ കുറയുമെന്ന് ഉള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. അതൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഘടകങ്ങൾ NDAക്കൊപ്പം വന്നിട്ടും അതാത്തരത്തിൽ ഉപയോഗപ്പെട്ടില്ല എങ്കിൽ എന്ത് പ്രയോജനമാണ് ഇത്തരം സംഗതികൾക്കുണ്ട്? എന്താണ് ഇതുകൊണ്ട് BJP ലക്ഷ്യം വെക്കുന്നത്? അങ്ങനെ പ്രയോജനപ്പെട്ടില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. അതിന്റെ തെളിവ് കൊടുക്കണമെങ്കിൽ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം രൂപപ്പെടാത്തത്. ഇപ്പോൾ ഈ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് കാര്യമായ തരംഗങ്ങളൊന്നുമില്ല. തരംഗത്തിന്റെ ആവശ്യവും NDAക്ക് ഇല്ല. തരംഗമുണ്ടാകുന്നത് എപ്പോഴാണ്? നിലവിലുള്ള ഒരു ഭരണ സംവിധാനത്തിന് എതിരായിട്ടുള്ള പൊതുവികാരം രൂപപ്പെട്ടു വരുമ്പോഴാണ് ഒരു തരംഗ രൂപത്തിൽ വോട്ടർമാർ പ്രതികരിക്കുകയും ഒരു വലിയ അട്ടിമറി സംഭവിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു അട്ടിമറിക്കുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് ഒരു തരംഗം ഉരുത്തിരിഞ്ഞ് വന്നിട്ടേ ഇല്ല. ഇപ്പോൾ NDA മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം തുടരുകയാണ്. അത് ക്രമാനുഗതമായിട്ട് വളരുന്നുമുണ്ട്. ആ ക്രമാനുഗതമായ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് 400 പാർ എന്ന ആത്മവിശ്വാസത്തോടു കൂടി NDA പറയുന്നത്. അതായത് മോദി തരംഗവുമില്ല, മോദി വിരുദ്ധ തരംഗവുമില്ല രാജ്യത്ത്. അത് തരംഗം എന്നുള്ളത് യാതൊരു രംഗത്തും കാണാനേ ഇല്ല. അങ്ങനെ ഒരു തരംഗം ഉണ്ടാവേണ്ട ആവശ്യവും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രമാനുഗതമായിട്ടുള്ള NDAയുടെ വളർച്ച മാത്രമാണ്
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പ്രതിഫലിക്കുന്നത്. അതിനപ്പുറം യാതൊരു വലിയ അത്ഭുതവും സംഭവിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല.